വായനാറ്റം കൊണ്ട് ബുദ്ധിമുട്ടാവുന്നവർ പല രീതിയിലുള്ള കെമിക്കൽസ് പേസ്റ്റായിട്ടും മൗത്ത് ഫ്രഷ്നറായിട്ടും മറ്റു പല പേരിട്ട് വിളിക്കുന്ന കെമിക്കൽസും ശരീരത്തിലും വായിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇതുകൊണ്ടുള്ള പരിണിത ഫലം എന്തെല്ലാമാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് എനർജി കൊടുക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് കൂടുതലും. അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന വായ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ സൂക്ഷിക്കുന്നോ അത്രത്തോളം ശരീരം ക്ലീൻ ആയിരിക്കും എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഇത്തരം കെമിക്കൽ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെല്ലാം പരിണിത ഫലവും പ്രയാസങ്ങളാണ് ശരീരത്തിന് ഉണ്ടാകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമതായി ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വായിലുള്ള നമുക്ക് ഗുണം ചെയ്യുന്ന ജീവാണുക്കൾ നശിച്ചു പോവുകയും അത് കാരണം നമുക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമതായി നമ്മുടെ ദഹന വ്യവസ്ഥ അത് താറുമാറാവാൻ വരെ കാരണമാവും ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ബ്രഷ് ചെയ്യും, അതുപോലെ തന്നെ കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ബ്രഷ് ചെയ്യുകയും മൗത്ത് ഫ്രഷ്നർ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യും. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ വായിലുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവാണുക്കൾ നശിക്കുകയും നമ്മുടെ വായ ഒരു അസിഡിക് എൻവയോൺമെൻറ്റ് ഉണ്ടാവുകയും വയറ്റിലേക്ക് അത് എത്താൻ സാഹചര്യം ഉണ്ടാവുകയും വയറ്റിലും അതുപോലെ തന്നെ അസിഡിക് എൻവയോൺമെൻറ്റ് ഉണ്ടാവുകയും ഇങ്ങനെ ഈ ഒരു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ദഹനം അതുപോലെ തന്നെ വായ ഇത് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് അദ്ദേഹത്തിന് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമതായി നമുക്ക് ഇവിടെ ഇതിന് ബദലായി ഉപയോഗിക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒന്നാമതായി നമുക്ക് വെളിച്ചെണ്ണ, സാധാ നമ്മൾ വാട്ടിയ വെളിച്ചെണ്ണ വായിൽ 2-3 സ്പൂൺ വായിലാക്കിയ ശേഷം നന്നായി കുപ്പിളിക്കുക. ഓയിൽ ഗാർഗിളിങ് എന്ന് പറയും, ഓയിൽ പുള്ളിങ് എന്നും വേണമെങ്കിൽ പറയാം. ഇത് നന്നായി കുപ്പിളിച്ച ശേഷം അത് പുറത്ത് കളയുകയും വളരെ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഒഴിവാക്കുകയും നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുകൂലമായ രീതി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. പല്ലുവേദന വരുമ്പോഴൊക്കെ നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങളാണ് പല്ലിലും മറ്റും ചെയ്യുന്നത്. പല്ലുവേദനയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഇനി വരുന്നുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ആരോഗ്യവാനായിരിക്കാനും ആഗ്രഹിക്കുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ലോട്ട്.